നൈഷു നൈഷു സ്കൂൾക്ക് പോവന്ന് ഇവിടെ പേരെന്താ എന്താ ഈ പറയുന്നല്ലേ മെച്ചി പറഞ്ഞ നീന്നില്ലേ എന്താ ദീപമിഷോ സന്തോഷമുണ്ടോ സ്കൂൾക്ക് പോവാന് ഹാപ്പിയാ നമുക്ക് മാറ്റാ കുളിക്കണ്ടേ ചായ കുടിക്കണ്ടേ നമ്മ ചൂടുവെള്ളം വെക്കട്ടെ കേട്ടോ സ്കൂളിൽ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റ് കൊണ്ടോ എന്തോ അറിയില്ല നൈഷു ഒന്ന് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട് നല്ല ഉഷാറായി നീറ്റ് അല്ലെങ്കിൽ നീറ്റാ കുറേ നേരം കരച്ചിലും വാശിയൊക്കെ ആവും ഇന്ന് നല്ല രീതിയിൽ അവൾ തന്നെ നീറ്റ് വന്ന് വേഗം ഫുഡ് കഴിക്കലും കുളിക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിത് അവളുടെ ഫസ്റ്റ് ഡേ ആണ് സ്കൂളിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ബാഗും ബുക്കൊന്നും ടീച്ചർ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ചു പിന്നെ വെള്ളക്കുപ്പിയും സ്നാക്സും ആക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അവൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ബാഗിൽ വെക്കലാണ് കേട്ടോ അവൾ ഭയങ്കര പൊലിയിലാണ് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ഞങ്ങളിതാ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ മക്കളൊക്കെ ആദ്യമായിട്ട് സ്കൂളിൽ പോവാന്ന് പറയണത് നമുക്ക് ഭയങ്കര ഒരു കാത്തിരിപ്പല്ലേ കുറേ മാസങ്ങളായി നൈഷു സ്കൂള് എന്നുള്ള വാക്ക് കേട്ട് സത്യം പറഞ്ഞാൽ കുട്ടിക്ക് സ്കൂളിനോടുള്ളൊരു വിലയെ പോയി അത്രത്തോളം നമ്മളിതിങ്ങനെ പറയലും ഒക്കെ ആയിരുന്നു അപ്പം എന്തായാലും ഞാനും കാക്കൊക്കെ ഞങ്ങളൊക്കെ എക്സൈറ്റഡ് ആണ് കേട്ടോ പിന്നെ ഞാൻ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്ന് ഞാൻ മൈലാഞ്ചി ഇട്ടിട്ട് അവൾ ഇന്നലെ മൈലാഞ്ചി ഇടണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നഖത്തിലൊക്കെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ കയ്യിലും കാലിലൊക്കെ മൈലാഞ്ചി ഇടണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് എൻ്റെ കുട്ടി സ്കൂളിൽ പോവാണ് ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഉമ്മയും ഇപ്പയും ഒക്കെ ചായ കുടിക്കാണ് കേട്ടോ താത്തയും ജെസ്സിയൊക്കെ ഒന്ന് ഇവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കണ സമയമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ ഞങ്ങളിതാ പനോടൊക്കെ യാത്ര പറയാൻ പോയതാട്ടോ പാക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കണ്ണ് നിറയും കേട്ടോ എപ്പോഴും പാൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു നൈഷു ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവരോട് പറയും കേട്ടോ ഞാൻ സ്കൂളിൽ പോയാൽ നിങ്ങളുള്ള ഒറ്റക്കാവുമെന്നൊക്കെ ഉമ്മാൻ്റെയും പാൻ്റെയും ഇപ്പോഴത്തെ ടൈം പാസ് എന്ന് പറഞ്ഞാൽ അവൾ തന്നെയാണ് ചെറിയ കുട്ടികൾ കുറേ ദിവസം ഉണ്ടായിട്ട് പിന്നെ ഇല്ലാണ്ടാകുമ്പോൾ എല്ലാവർക്കും ഒരു ബ്ലാങ്ക് ഫീൽ ചെയ്യുമല്ലോ അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ എന്നെ LP സ്കൂൾ അൺഎയ്ഡഡ് LP സ്കൂളിലാണ് നൈഷുവിനെ ചേർത്തിട്ടുള്ളത് ദാറുന്നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എൻ്റെ സ്കൂളിൽ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങാണ് കേട്ടോ പക്ഷെ നമുക്ക് പോകാനൊന്നും സമയം കിട്ടാറില്ല നമുക്ക് സ്കൂളിൽ പോയാൽ ഭയങ്കര തിരക്കല്ലേ അപ്പോൾ ഇഷയ്ക്ക് അവളുടെ ക്ലാസ് നോക്കി അവരുടെ സ്കൂള് കുട്ടികൾ കളിക്കണതൊക്കെ കാണാമെന്നൊക്കെ ഇഷ പറയാറുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും കൂടി ഒരു ഓട്ടോ ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചധികം കുട്ടികളുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു ഓട്ടോ ഏൽപ്പിച്ച് അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് നൈഷിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവളുടെ എക്സ്പ്രഷൻ കണ്ടിരിക്കാൻ സ്കൂളിൽ എത്തിയപ്പോഴുള്ള പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാനതങ്ങനെ കണ്ടിരുന്നു വീഡിയോ എടുക്കാന്നുള്ളൊരു മൈൻഡ് അപ്പം എനിക്ക് വന്നില്ല അപ്പോൾ നൈഷു LKG Cയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ക്ലാസ് താഴെ തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലാണ് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകലാണ് ഞങ്ങളാണ് കേട്ടോ അവിടെ ആദ്യം എത്തിയത് LKG Cയിൽ ആ ക്ലാസ്സിൽ ആദ്യം എത്തിയ സ്റ്റുഡൻറ്റ് നൈഷുവാണ് കേട്ടോ അപ്പോൾ നൈഷുവിനെ ഇങ്ങനെ ടീച്ചർ കൊണ്ട് ആ കുട്ടി ഇങ്ങനെ ബെഞ്ചിലിരിക്കുന്നത് കണ്ടപ്പോൾ എന്തോ മനസ്സിലൊരു വിങ്ങൽ സങ്കടമൊക്കെ വന്നു എന്താ അറിയില്ല ഹാപ്പി ആവേണ്ട സമയമാണ് എന്നാലും എന്തോ ഒരു ഇടങ്ങാറൊക്കെ ഇങ്ങോട്ട് മനസ്സിൽ വന്നു എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറയായിരുന്നു കുട്ടി ഇങ്ങനെ ഇരുന്നത് കണ്ടപ്പോൾ ഇപ്പോൾ ക്ലാസ്സൊക്കെ നല്ല ക്ലാസ്സാണ് കേട്ടോ സ്മാർട്ട് ക്ലാസ്സാണ് നല്ല രസമുണ്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളും നല്ലൊരു ആംബിയൻസാണ് സ്കൂളിൽ ചെന്നപ്പോൾ എനിക്കൊരു പോസിറ്റിവിറ്റി കിട്ടിയിട്ടുണ്ട് എന്തായാലും പിന്നെ ഇങ്ങനെ ഓരോരുത്തർ വന്ന് തുടങ്ങി കേട്ടോ പാരൻസ് കുട്ടികളും കൈപിടിച്ച് നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ കുട്ടികളുടെ മുഖത്തുള്ള എക്സ്പ്രഷൻസും ഓരോ രീതികൾ ഓരോ കുട്ടികൾ ഈ ഒരു സംഭവം ഇതിപ്പോൾ കോമൺ ആണ് എല്ലാവരും ആദ്യമായിട്ട് സ്കൂൾക്ക് വരിക എന്നുള്ളൊരു ഫീൽ പക്ഷെ അത് ഓരോ കുട്ടികളും അതിന് നേരിടുന്ന രീതിയൊക്കെ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടികൾ കരയുമ്പോൾ നമുക്കും ഒരു വിഷമം ഇതാണ് രണ്ടാമത് എത്തിയ ആൾ കേട്ടോ ഇവളുടെ കഴുത്തിൽ വാട്ടർ ബോട്ടിൽ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അത് മുതൽ നൈഷുവിന് വെള്ളം വേണം പിന്നെ അവളുടെ കുപ്പിയെടുത്ത് കയ്യിൽ പിടിച്ചു പിന്നെ ഇടക്കിടക്ക് വെള്ളം കുടിക്കല ആ കുട്ടി വാട്ടർ ബോട്ടിൽ തൊട്ടാൽ ഇവൾ വെള്ളം കുടിക്കും അങ്ങനെ നല്ല രസമായിരുന്നു അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നോക്കുക ഓരോരുത്തരുടെ മുഖം നോക്കി നോക്കുക ഓരോരുത്തർ ഓരോ തരത്തിലാണ് ചിലർ ഇതൊപ്പം പൊട്ടുന്നുള്ള രീതിയിലാണ് ചിലർ ഭയങ്കര ഹാപ്പി ആയിട്ട് കൂളായിട്ട് നൈഷു ഓരോ കുട്ടികളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുക ഓരോ ബാഗ് ഓരുടെ മുടി അതൊക്കെയായിരുന്നു നൈഷുവിൻ്റെ പണി അപ്പോൾ കുട്ടികളൊക്കെ വന്നതാണ് കരച്ചിലൊക്കെ തുടങ്ങി കേട്ടോ അതിപ്പോൾ ഒരാൾ കരയുമ്പോഴാണ് നമുക്ക് ടെൻഷന് ഏതെങ്കിലും ഒരു കുട്ടി കരഞ്ഞാൽ മതിയല്ലോ മറ്റു കുട്ടികൾക്ക് ആകെ പാനിക്കാവുമല്ലോ പിന്നെ ഓരോരുത്തർ അങ്ങനെ കരയാൻ തുടങ്ങും
അപ്പോൾ അതാ 2-3 പേരിങ്ങനെ ഓരോ അറ്റത്തുനിന്ന് കരച്ചിലിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നൈഷു കരയുന്നവരൊക്കെ ഒബ്സർവ് ചെയ്ത് അവളിങ്ങനെ ഇരുന്നു എന്നല്ലാണ്ട് കരയൊന്നും ചെയ്തില്ല കേട്ടോ. അത് അടുത്ത ആളുടെ കരച്ചിൽ. ഞാൻ വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് കുറേ എടുത്തതാണ്. എപ്പോഴും അങ്ങനെ കുറേ എടുത്തു കൂട്ടും. എന്നിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ കട്ട് ചെയ്ത് കളയലുണ്ട് കേട്ടോ. കുറേ ഞാൻ ഡിലീറ്റ് ചെയ്യലുണ്ട് കുറേ പോർഷൻസ്. പക്ഷേ എനിക്ക് എന്തോ ഈ ഒരു പാട്ട് ഡിലീറ്റ് ചെയ്യാനേ തോന്നണില്ല. ഈ ഒരു വീഡിയോസിൽ കുറേ ഭാഗങ്ങൾ ഞാൻ ഡിലീറ്റ് ചെയ്യാനേ എനിക്ക് തോന്നണില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു മനസ്സൊക്കെ എന്തോ ഒരു കണ്ടിരിക്കാൻ അങ്ങനെ തോന്നുക. അപ്പോൾ ഇതായിട്ട് അവരുടെ ടീച്ചറാണ് കേട്ടോ, റീബ മിസ്സാണ്. ഈ മകൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. ടീച്ചറും ആൻറ്റിമാരൊക്കെ ആയമാരൊക്കെ അവരെ എടുത്തുകൊണ്ട് നടക്കുന്നതായിരുന്നു. പക്ഷേ ആൾ ഭയങ്കര പ്രശ്നക്കാരിയായിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഈ ടീച്ചർമാരൊക്കെ സമ്മതിക്കണം. ഈ ചെറിയ ഏജിലുള്ള കുട്ടികളെ ഡീൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പേടിപ്പിച്ചിരുത്താനൊന്നും പറ്റില്ലല്ലോ. കുറച്ച് വലുതായി നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചോ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇരുത്തുക. ഇതിപ്പോൾ ഒന്നും പറ്റാത്തൊരു പ്രായമല്ലേ, മോൾക്കും താഴത്തേക്കും ഒഴിയാൻ പറ്റാത്തൊരു പ്രായമല്ലേ. അപ്പോൾ അവർ ആ രീതിയിൽ തന്നെ ഡീൽ ചെയ്യണമല്ലോ. അപ്പോൾ അതാ അവർ മുൻകൂറായിട്ട് തന്നെ കുട്ടികളെ സെറ്റ് ചെയ്യാൻ വേണ്ടി ബലൂണും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ തന്നെ കുറച്ചൊക്കെ കുട്ടികളുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി. ടീച്ചർ ഇവിടെ കുറേ കഥ പറയുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നൈഷു അതൊന്നും ബാധിക്കണില്ല കേട്ടോ. നൈഷു അവളുടെ കുപ്പി എടുത്ത് അതിൻ്റെ ഭംഗി നോക്കുക, ബാഗ് നോക്കുക, വേറെ കുട്ടികളുടെ ഡ്രസ്സ് നോക്കുക. ടീച്ചർ പറയുന്ന ഒരു വാക്ക്, ടീച്ചർ അവിടെ ഉണ്ട് തന്നെ അവളെ കണ്ടിട്ടുള്ളൂ എന്ന് എനിക്ക് സംശയമാണ്. അത്ര ഇതായിട്ടാണ് ആ ക്ലാസ്സിൽ അവൾ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒന്ന് മാറിയെന്ന് അവളിങ്ങനെ തിരയണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നാളെയും ഇതേപോലെ പാരൻസ് കൊണ്ടുവരണം, ഉച്ചവരെയാണ് ക്ലാസ്. എനിക്ക് ടെൻഷനുണ്ട് അവൾ നാളെ എന്താവും എന്നുള്ളത്. നമ്മളിപ്പോൾ ഇന്ന് എന്ന് പറയുമ്പോൾ അവൾ ഡോറിൻ്റെ അങ്ങോട്ട് നോക്കി എന്നെ കാണുമായിരുന്നു. അപ്പോൾ അവൾ കുറച്ച് നേരം ഇങ്ങനെ വേറെ കാര്യങ്ങൾ നോക്കിയാൽ ഇടയ്ക്കൊന്ന് ഡോറിൻ്റെ അങ്ങോട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ പിന്നെ കാണുമ്പോൾ ഒരു ആശ്വാസത്തിലാണ് അവിടെ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം നാളെ എന്താവും എന്ന് കണ്ടറിയാം. എന്തായാലും നാളെ കാക്കോളെയും കൊണ്ട് സ്കൂളിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ചെന്നപ്പോൾ കുറേ അറിയുന്ന ആളുകളൊക്കെ ഇട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള സ്കൂൾ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ കുറേ കാലം മുമ്പ് കണ്ട ഫ്രണ്ട്സും കുറേ എൻ്റെ പാരൻസിൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ അനിയന്മാരും അനിയത്തിമാരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു. അവരുടെ പാരൻസൊക്കെ കണ്ടു, കുറേ ആളുകളെ കണ്ടു. നമ്മുടെ സ്കൂളിലെ കുറേ ടീച്ചേഴ്സിൻ്റെ മക്കൾ ഇവളുടെ ക്ലാസ്സിലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സ്കൂളിലും കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു മീറ്റിംഗ് മുകളിൽ വെച്ചിട്ടൊരു ഹാളിൽ നമ്മളെല്ലാവരും കൂടി ഒന്ന് ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നു. HM പ്രിൻസിപ്പൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവിടുത്തെ കുട്ടികളുടെ വെൽക്കം ഡാൻസും കുട്ടികളുടെ കുറച്ച് UKG ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ആയിട്ട് അങ്ങനെ ഈ പ്രോഗ്രാം അവസാനിച്ചു. ഇന്ന് ഞാൻ ഹാഫ് ഡേ ലീവായിരുന്നു, ഫോർനൂൺ ലീവ് എടുത്തിട്ടാണ് പോയത്. അപ്പോൾ നൈഷുവിനെയും കാക്കൂനെയും വീട്ടിലേക്ക് തിരിച്ചു വിട്ട് ഞാൻ അങ്ങനെ സ്കൂളിലേക്ക് പോയി. ഇനി ഇൻഷാ അല്ലാഹ് നൈഷുവിൻ്റെ കുറേ സ്കൂൾ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.